ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നീലക്കൊടുവേലി എന്നറിയപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചാണ്. ഈ ചെടി നീലക്കൊടുവേലി തന്നെയാണോ എന്നൊന്നും ചോദിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നീലക്കൊടുവേലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നതെന്ന്. ഈ ചെടിയുടെ പേര് എന്തോ ആയിക്കോട്ടെ, വളരെ ഭംഗിയുള്ള പൂക്കളാണ്. അതേപോലെ തന്നെ ഒരു ഇയർ ലോങ്, അതായത് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയുമാണ്. ഇത് അത്യാവശ്യം വെയിലും വെളിച്ചവും ഒക്കെ ടോളറേറ്റ് ചെയ്യുന്ന ചെടിയാണ്. അതേപോലെ തന്നെ ചൂടും അതേപോലെ തന്നെ വെയിലും ഒക്കെ ടോളറേറ്റ് ചെയ്യുന്ന ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡനിൽ കൂടുതൽ മെയിൻ്റനൻസ് ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു ചെടിയാണിത്. ഇത് നഴ്സറികളിലും മറ്റും വളരെ സുലഭമായി ലഭിക്കുന്ന ചെടിയാണ്. വിലയാണെങ്കിൽ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഇടയിൽ മാത്രമേ ഈ ചെടിക്ക് വില വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആർക്കും വാങ്ങിച്ച് ട്രൈ ചെയ്യാവുന്ന ഒരു ചെടിയാണ്. ഇനി ഈ ചെടി നിങ്ങൾ വാങ്ങിക്കുകയോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടി വളർത്തുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്ന് നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കിയേക്കാം. ഈ ചെടി നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള വെയിൽ നമുക്ക് വേണമെന്ന് പറയുമെങ്കിലും എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് വെയിൽ വന്നു പോകുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അതായിരിക്കും ഇതിന് ഏറ്റവും സൂട്ടബിളായിട്ടുള്ളത്. പക്ഷേ ഫുൾ ഷെയ്ഡായിട്ടുള്ള ഏരിയയിൽ വെച്ച് വളർത്തരുത്. പൂക്കളുണ്ടാകുന്നതിന് വളരെയധികം കാലതാമസം നേരിടും. അതേപോലെ തന്നെ പൂക്കളുടെ അളവ് വളരെ കുറയാനും കാരണമായേക്കും. അതേപോലെ തന്നെ നമുക്ക് ധാരാളം വെള്ളം ആവശ്യമുള്ള ചെടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ വെയിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണുണങ്ങാത്ത രീതിയിൽ നമുക്ക് അതിന് നനവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമ്മുടെ ലൂസായിട്ടുള്ള സോയിലാണ്. നമുക്ക് സാധാരണ ഗാർഡൻ സോയിൽ മതി. മിക്കവാറും എല്ലാ സോയിലിലും ഇത് വളരെ നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗാർഡൻ സോയിൽ സ്വല്പം സാൻഡി സോയിൽ ആയിക്കോട്ടെ, അതിനോട് കൂടി നമുക്ക് കോക്കോപീറ്റ് ഉണ്ടെങ്കിൽ സ്വല്പം ചേർക്കാം. സ്വല്പം ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. എപ്പോഴും അതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം മണ്ണ്, ചാണകപ്പൊടി, സ്വല്പം കോക്കോപീറ്റ്, ഇത് മൂന്നും കലർന്നിട്ടുള്ളൊരു മിശ്രിതമാണ് നമുക്ക് പോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ നല്ലത്. ഇതിന് റെഗുലറായിട്ട് അങ്ങനെ ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമൊന്നും ഇല്ല. എങ്കിലും നമുക്കൊരു 3 മാസം കൂടുമ്പോൾ മുൻപ് പറഞ്ഞതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ധാരാളം പൂക്കൾ തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലത്തിന് മുമ്പ് സ്വല്പം കൂടുതൽ വളം ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വളരുന്നതായിട്ടും നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആവട്ടെ സ്റ്റെംസ്, അതായത് കമ്പുകൾ ഉപയോഗിച്ച് തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്. ഏകദേശം ഒരു 6 മുതൽ 8 ഇഞ്ച് സൈസിലുള്ള കമ്പുകൾ ഉപയോഗിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഇതിനെ പ്രൂൺ ചെയ്യുമ്പോൾ ലഭിക്കുന്ന കമ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അതായത് പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായ ആ ഞെട്ടിയുടെ ഭാഗം, അതായത് ഡെഡ് ഹെഡിങ് നമ്മൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയുള്ളൂ, കൂടുതൽ പൂക്കളും നമുക്ക് ലഭിക്കുകയുള്ളൂ. പൂക്കളുടെ ലഭ്യത അല്ലെങ്കിൽ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഈ എല്ലുപൊടി സ്വല്പം ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്താലും മതി. മിക്കവാറും അതിന് ശേഷം ഒരു 2 മാസം കഴിയുമ്പോഴേക്കും നിറയെ പൂക്കൾ ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. ഇത് നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഒരു ചട്ടിക്കകത്ത് 2-3 കമ്പുകൾ വെക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ അത് ബുഷിയായിട്ട് കാണുമ്പോഴാണ് അത് ഏറ്റവും ഭംഗിയായിട്ടിരിക്കുന്നത്. പെസ്റ്റ് നമുക്ക് മറ്റേത് ചെടിക്ക് വരുന്നത് പോലെ തന്നെയുള്ള പെസ്റ്റുകൾ ഇതിനെ അറ്റാക്ക് ചെയ്തേക്കാം. നമ്മൾ നനയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇല കൂടുതൽ നനയ്ക്കാതിരിക്കുക. എങ്കിൽ തന്നെ മിക്കവാറും ഒരു പകുതിയിൽ കൂടുതൽ അസുഖങ്ങൾ ഈ ചെടിക്ക് വരുന്ന മറ്റേ മിലി ബഗ്സ്, അതേപോലെ തന്നെ ചാഴി എന്ന് പറയുന്ന ചെറിയ പ്രാണികൾ, അതെല്ലാം വരുന്നതിൽ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ വെള്ളം നനയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, എപ്പോഴും അതിൻ്റെ അടിയിൽ മാത്രം നനച്ചാൽ മതി. ഇലകൾ മൊത്തമായി നനയുന്ന രീതിയിൽ നനയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ചെടി നിങ്ങൾക്ക് കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കൂ. വളരെ വിലക്കുറവാണ്. വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ബുഷിയായിട്ട് നിങ്ങളുടെ ഗാർഡനിൽ വെച്ച് നോക്കൂ. നല്ല ഭംഗിയായിട്ട് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ കെയറും ഒന്നും ആവശ്യമില്ലാത്ത ചെടി ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ ചെറുതായിട്ടുള്ളൊരു വീഡിയോ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ.